ഹേ ഗൈസ്, അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ACS എല്ലാ അവയവങ്ങളും പോലെ നമ്മുടെ ഹാർട്ടിനും ബ്ലഡ് സപ്ലൈ ആവശ്യമായിട്ട് വരുന്നത്. ഈ ഒരു ഹാർട്ടിനുള്ള ബ്ലഡ് കൊടുക്കുന്നത് കൊറോണറി ആർട്ടറീസ് വഴിയാണ്. സോ ഈ ഒരു കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ACS ഉണ്ടാക്കുന്നത്. ACS പല രീതിയിൽ ഉണ്ടാകും. ഒന്നെങ്കിൽ സ്റ്റെമി ST എലവേഷൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സ്റ്റെമി നോൺ ST എലവേഷൻ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, അൺസ്റ്റേബിൾ ആൻസൈന. ഇതിൽ വ്യത്യാസം വരുന്നത് വെച്ചാൽ സ്റ്റെമിയിൽ ECG എടുക്കുമ്പോൾ ST എലവേഷൻ ഉണ്ടാകും. എൻസ്റ്റമിയിൽ ST എലിവേഷൻ ഉണ്ടാകില്ല, പക്ഷേ ട്രോപ്പ എലിവേറ്റഡ് ആയിട്ട് കാണും. അൺസ്റ്റേബിൾ ആൻജൈന ആണെങ്കിൽ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും, പക്ഷേ ECGയിൽ ചേഞ്ചസ് ഉണ്ടാവില്ല, ട്രോപ്പയിൽ ചേഞ്ചസ് ഉണ്ടാകില്ല. ഈ സിംറ്റംസ് നോക്കുകയാണെങ്കിൽ സിവിയർ ഉള്ള ചെസ്റ്റ് പെയിൻ ഒരു 20 മിനിറ്റ്സിലൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാകും. ഈ ഒരു ചെസ്റ്റ് പെയിന് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവും കൈയിലേക്ക്, ബാക്കിലേക്ക്, ജോയിലേക്കൊക്കെ, നെക്കിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന പെയിൻ ആയിരിക്കും, സിവിയറുള്ള പെയിൻ ആയിരിക്കും. അതിൻ്റെ കൂടെ ഡിഫിക്കൽട്ടി കാര്യങ്ങളേക്കാം. മാനേജ്മെന്റ് ആണെങ്കിൽ സ്റ്റെമി ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെർഫോറേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് 90 മിനിറ്റ്സിൽ. ഇനിയിപ്പോൾ PCI ചെയ്യാൻ പറ്റാത്ത കേസസ് ആണ്, അല്ലെങ്കിൽ ഫെസിലിറ്റി ഇല്ലാത്തതാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യണം. എൻസ്റ്റമി ആണെങ്കിൽ ഒബ്സർവേഷനും സീരിയൽ ECG, സീരിയൽ ട്രോപ്പൈ മാനേജ്മെന്റ് ആണ്. അപ്പോൾ മെഡിക്കലി നമ്മൾ ലോഡിംഗ് ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കൊടുക്കണം. ആസ്പിരിൻ 300, ക്ലോപ്പിലെ 300, ടോവ 80. അതിൻ്റെ കൂടെ പാൻഡോപ്പ് കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, NTG സബ്ലിംഗിളായിട്ട് കൊടുക്കുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. പിന്നെ ഹെപ്പാരിൻ കൊടുക്കണം. അത് ഇഞ്ചക്ഷൻ IV ആയിട്ടാണ് കൊടുക്കുന്നത്. യൂഷ്വലി 4000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. സോ ബൈ.